ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഡയപ്പർ ബാഗ്. അപ്പം എന്തൊക്കെയാണെന്നും നിങ്ങളുടെ ഡയപ്പർ ബാഗിൽ ഞാൻ കൊണ്ടുനടക്കുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു ടോഡ്ലർ സ്റ്റേജ് ആയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ അവർക്ക് ഒരു 18 മാസം ആയിട്ടുണ്ട്. ഏകദേശം ഉണ്ണികൾക്ക് ഒരു 28 കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ഈ ഒരു ബാഗ് എൻ്റെ കൂടെ കൊണ്ടുനടക്കുന്നതാണ് കേട്ടോ. കാരണം അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എപ്പോഴും ഇതിനകത്ത് ഞാനിങ്ങനെ അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എവിടേക്കെങ്കിലും പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൊക്കെ ഇടുന്ന ആകെ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ബാഗ് അങ്ങോട്ട് എടുക്കാം, നമുക്ക് പോവാം. അപ്പൊ നമുക്ക് ആ സമയത്ത് നമുക്ക് വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ ഫീഡിങ് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് ഫില്ല് ചെയ്യാന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഡയപ്പർ ബാഗ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതല്ല കേട്ടോ, ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് പോയി വാങ്ങിയിട്ടുള്ളതാണ്. ഓൺലൈനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ഒരു ഡയപ്പർ ബാഗ് തന്നെ വേണമായിരുന്നു. കാരണം 2 ഉണ്ണികളുടെ ഐറ്റംസ് ഒക്കെ കൊണ്ടു നടക്കേണ്ടതല്ലേ. അപ്പൊ അതുകൊണ്ട് ഇത്തിരി വലിപ്പമുള്ള ബാഗ് തന്നെ എനിക്ക് വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൊടുങ്ങല്ലൂർ ഒരു ഷോപ്പിൽ നിന്നാണ് ഈ ബാഗ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടാ. ഒരു 2000 റേഞ്ചിൽ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടാ ഈ ഒരു ബാഗിന് MRP. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ബാക്ക് പാക്ക് ആയിട്ട് കുഞ്ഞുങ്ങളൊക്കെ എടുത്തിറക്കുമ്പോൾ ബാക്ക് പാക്ക് ആയിട്ട് ക്യാരി ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. അത് ബാക്ക് പാക്ക് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിതൊന്ന് ജസ്റ്റ് തുറന്ന് കാണിച്ചിട്ട് ഇതിന്റെ ഇപ്പൊ ഔട്ടർ ആദ്യം കാണിക്കട്ടാ. ഇപ്പൊ പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരു സിബ്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ട് ഇങ്ങനെ വാട്ടർ ബോട്ടിൽ അതേപോലെ ഫീഡിങ് ബോട്ടിലൊക്കെ വെക്കാൻ പറ്റൊരു ഇതിലാണ് ഇത് വന്നിട്ടുള്ളത്. ദെൻ ഇവിടെ ഒരു ബട്ടൺസ് ഒക്കെ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്താണ് നമ്മുടെ മെയിൻ സാധനങ്ങളെല്ലാം ഇരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ, നല്ല സ്പേഷ്യസ് ആണ് നമുക്ക് ഈ ഒരു ബാഗ് വരുന്നത്. ഇതിനകത്ത് നിന്ന് ഞാനിപ്പോൾ ഇതൊക്കെ എടുത്തൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സാധനം കേട്ടോ, ഉണ്ണികളുടെ കുത്തിവയ്പ്പ് ബുക്ക്. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഒക്കെ നമുക്ക് വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ വാക്സിനേഷൻ ബുക്കും ഇത് നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലത്തെ വാക്സിനേഷൻ കാർഡും ഉണ്ട്. ഇത് രണ്ടും ഞാൻ എപ്പോഴും ഈ ബാഗിൽ വെക്കൂട്ടാ. പിന്നെ എപ്പോഴും ഞാൻ കെയർ ചെയ്യുന്നത്, നമ്മളെല്ലാ അമ്മമാരും എപ്പോഴും പിടിക്കുന്ന സാധനമാണ് ഡയപ്പേഴ്സ്. നമ്മുടെ കയ്യിൽ കുറച്ചെണ്ണം എപ്പോഴും ഉണ്ടാവും. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിൻസ്, പനിയുടെ മെഡിസിൻ, അതേപോലെ തന്നെ മൂക്കടപ്പൊക്കെ വന്നാൽ ഒഴിക്കാൻ നാസൽ ഡ്രോപ്സ്, പിന്നെ ചെറിയ ചെറിയ മുറിവ്. ഇപ്പോൾ ഒരു ഓടെടുക്കുന്ന പ്രായമായതുകൊണ്ട് തന്നെ വീഴ്ചയൊക്കെ ഇത്തിരി കൂടുതലാണ്. അപ്പം ചെറിയ മുറിവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പറ്റാനുള്ള ചെറിയൊരു ഓയിൽമെന്റ്, ഒരു മോയ്സ്ചറൈസർ. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴായാലും എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന ഒരു മോയ്സ്ചറൈസർ. ഇത്രയും സാധനങ്ങൾ ഞാൻ ഉണ്ണികളുടെ ആയിട്ട് എപ്പോഴും എൻ്റെ ബാഗിൽ തന്നെ കയ്യിൽ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ അവരുടെ രണ്ടാളുടെയും ബിബ് കാരണം അവർ പുറത്തൊക്കെ പോകുമ്പോൾ ഫുഡ് കഴിക്കേണ്ടി വരികയാണെങ്കിൽ നമ്മൾക്ക് ഡ്രസ്സിലൊന്നും ആവാതിരിക്കാനായിട്ട് ബിബ് എപ്പോഴും ഞാൻ കയ്യിൽ വെക്കാറുണ്ട്. ദെൻ 2 ജോഡി ഡ്രസ്സ്. ഉണ്ണികളല്ലേ, അപ്പോൾ അവരെന്തെങ്കിലും കഴിക്കുമ്പോൾ ഒക്കെ മേത്താവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു ബാക്കപ്പ് ആയിട്ടൊരു ഡ്രസ്സ് ഞാൻ എപ്പോഴും കരുതും. ദെൻ ഇതൊരു ഈ സ്റ്റഡി ബുക്കായിട്ട് ഒരു ബുക്ക് പോലെ അവരൊന്ന് എൻഗേജ് ആക്കി ഇരുത്താൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ലോങ് ട്രിപ്പ് ഒക്കെ പോകണം. ലോങ് ട്രിപ്പ് തന്നെ വേണമെന്നില്ല, ചെറിയൊരു ട്രിപ്പ് ആണെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോഴേക്കും അവരിങ്ങനെ വാശിയൊക്കെ പിടിച്ചു തുടങ്ങും. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പിടിച്ചിട്ട് 10 മിനിറ്റൊക്കെ നമുക്ക് അവരെ അതിലൊന്ന് പിടിച്ചിരുത്താൻ പറ്റും. അതേപോലെ തന്നെ ചെറിയ എന്തെങ്കിലും ടോയ്സ് അവരൊന്ന് എൻഗേജ് ആക്കി ഇരുത്താൻ പറ്റിയ കുഞ്ഞു ടോയ്സ് കയ്യിൽ കരുതാം. പിന്നെ ഒരു ടർക്കി കയ്യിലുണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ഒരു ടവല്, ഒരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ടവലും വെക്കാം ബാഗിൽ. കുറച്ച് കവറുകൾ ഇട്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യാനായിട്ട്, ഇപ്പോൾ ഡയപ്പർ ആയാലും എന്തായാലും ഡിസ്പോസ് ചെയ്ത് തിരിച്ച് നമുക്ക് എടുത്ത് മടക്കി വെച്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കവറുകൾ എപ്പോഴും ബാഗിൽ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ നമുക്കൊരു ഇങ്ങനൊരു പോക്കറ്റൊക്കെ ഉണ്ട്. ഈ പോക്കറ്റിലാണ് ഞാൻ ഇവരുടെ തെർമോമീറ്റർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതിൽ ഞാൻ ഫയൽസ് കാര്യങ്ങളൊക്കെ വെക്കാറ്. അതിൻ്റെ ഉൾവശത്തേക്ക് നോക്കണമെങ്കിൽ ഒരു വലിയൊരു സ്പേഷ്യസ് ഏരിയ ഉണ്ട്. ഇവിടെയാണ് നമുക്ക് എല്ലാവിധ ഐറ്റംസ് വെക്കാൻ പറ്റും. പിന്നെ ഒരു കുഞ്ഞി പോക്കറ്റ്, ഒരു സിപ്പ് വരുന്നൊരു പോക്കറ്റ് ഉണ്ട്. ഇതിനകത്ത് ഞാനിപ്പോൾ ഇവരുടെ തെർമോമീറ്റർ അതേപോലെ നെയിൽ കട്ടറൊക്കെ ഞാൻ വെക്കാറുണ്ട് കയ്യിൽ. അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ 2 കുഞ്ഞി പോക്കറ്റ്, ടവൽസ്, മെഡിസിൻസ് ഒക്കെ ഞാൻ ഇവിടെ വെക്കാറ്. പിന്നെ അവരുടെ ഫയൽസ്, ഡോക്യുമെന്റ്സ് ഒക്കെ ഇവിടെ വെക്കാറുണ്ട് ഞാൻ. ഇപ്പോൾ ബാഗിൻ്റെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ വെറ്റ് വൈപ്സ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. കാരണം ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാണ്ട് തന്നെ ഇവിടെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഈ ഏരിയ ത്രൂ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വെറ്റ് വൈപ്സിൽ ഇങ്ങനെ പതുക്കെ വലിച്ചെടുക്കാൻ പറ്റും. ക്ലോസ് ചെയ്യാം. കണ്ടപ്പോൾ നമുക്ക് വെറ്റ് വൈപ്സ് എടുക്കാനായിട്ട് അവിടെ ഒരു സ്പേസ് ഉള്ളത് വെറ്റ് വൈപ്സ് ഇവിടെ തന്നെ വെക്കാറ്. ഓക്കെ, അതേപോലെ ഇപ്പുറത്തുണ്ട് ഒരു ഏരിയ. അതിൽ ഞാൻ എപ്പോഴും നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട കുറച്ച് കുഞ്ഞു ടവൽസ്, അതേപോലെ തന്നെ ചെറിയ എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ചെറിയ ബിബ്. ഇത് ചെറുതായിരുന്നപ്പോൾ യൂസ് ചെയ്തിരുന്ന ബിബാണ് കേട്ടോ. അപ്പം അതും ഞാൻ കയ്യിൽ വെക്കും എപ്പോഴും.
ഇതവരുടെ ഫീഡിംഗ് ബോട്ടിൽസ്. ഇത് ഫിലിപ്സ് ആവന്റിന്റെ നാച്ചുറൽ റെസ്പോൺസ് ഫീഡിംഗ് ബോട്ടിൽസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അതേപോലെ വാട്ടർ ബോട്ടിൽ, ഇത് ബേബി ഹഗിന്റെ വാട്ടർ ബോട്ടിലാണ് അവർ യൂസ് ചെയ്യുന്നത്. സിപ്പർ ടൈപ്പ് വാട്ടർ ബോട്ടിലാണ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇപ്പോൾ ഇവിടെ കൊണ്ടുനടക്കുന്നത്. പിന്നെ ഈ ഒരു ബാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ഉള്ളിലേക്ക് ഇപ്പൊ ഇങ്ങനെ ഏറ്റവും അടിയിലിരിക്കുന്ന ഐറ്റംസ് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ല. ഇപ്പൊ ടവൽ അതേപോലെ തന്നെ ഞാൻ ഈ കവറൊക്കെ ഏറ്റവും അടിയിലാണ് വെക്കാറ്. അത് നമുക്ക് ബാക്കിൽ നിന്ന് തുറന്നിട്ട് ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ എടുക്കാൻ പറ്റും. ബാക്കിലുണ്ടെന്ന് പറയില്ലേ, അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊരു ചെറിയൊരു പോക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. സിപ്പ് ലോക്ക് പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ അവിടെയും സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് ഒരു സിപ്പും കൂടെ വരുന്നുണ്ട്. ഇവിടെ ഒരു പോക്കറ്റ്. ഈ പോക്കറ്റിൽ ഞാൻ എൻ്റെ പേഴ്സ്, എൻ്റെ മെഡിസിൻ്റെ റെസിപ്റ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് വെക്കാറ്. ഇതാണ് ഈ ബാഗ്. ഇതാണ് ആ ഒരു ക്യൂട്ട് സ്മോൾ ബാഗ്. അതിനകത്ത് നമുക്ക് വേണ്ട എല്ലാവിധ ഐറ്റംസും കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഞാൻ ഈ പോകുന്ന സമയത്ത്, നമ്മളിപ്പോൾ പുറത്തേക്ക് പോകുന്ന സമയത്താണെങ്കിൽ ഈ വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്ത് വെക്കും. അതേപോലെ തന്നെ ഫീഡിംഗ് ബോട്ടിൽ ഞാൻ ഫില്ല് ചെയ്ത് വെക്കില്ല. ഫോമുല ആണെങ്കിൽ ആ ഫോമുല പൗഡറും ഹോട്ട് വാട്ടറും എടുത്ത് വെക്കും കയ്യിൽ. അതേപോലെ കഴിക്കാനായിട്ട് എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങളൊക്കെ കൂടി ഈ ബാഗിൽ വെക്കിട്ടാം. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് കോമൺ ആയിട്ട് ഞാൻ പുറത്തേക്കൊക്കെ പോകാറ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. താങ്ക് യു.